നമസ്കാരം. എൻ്റെ വീടിൻ്റെ മുറ്റവും പരിസരമൊക്കെ നിങ്ങൾ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. എന്നാലും ഞാൻ ഒന്നുകൂടെ കാണിക്കുകയാണ്. ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത്? കുറേ പേര് എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞിരുന്നു കുറച്ച് ചെടികളൊക്കെ വെക്കണമെന്ന്. അത് മാത്രമല്ല കുറച്ച് പൂപ്പലൊക്കെ വന്ന് ആകെ ഒന്ന് നാശമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാമെന്ന്. അതിനിടയിൽ ഞാൻ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ കണ്ടിരുന്നു കേട്ടോ. എങ്ങനെയാണ് നമ്മൾ പൂപ്പലൊക്കെ പൂക്കുക അതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പെയിൻ്റ് അടിക്കുന്ന കാര്യവും മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പെയിൻറ് പണിക്കാരെയൊക്കെ വിളിച്ചിട്ട് ചെയ്യാം. പിന്നെ വിചാരിച്ച് മുറ്റത്തിൻ്റെ കാര്യമല്ലേ, അഥവാ കുളമായാലും കുഴപ്പമില്ല. കാരണം വീടിൻ്റെ അകത്ത് പെയിൻ്റ് അടിക്കാൻ ആരും എന്നെ സമ്മതിക്കില്ല. എന്തായാലും നമുക്കത് പരിചയമില്ലാത്തത് കൊണ്ട് വെറുതെ അത് ഫ്ലോപ്പ് ആവുമെന്ന് അറിയാം. അപ്പോൾ ഞാൻ വിചാരിച്ചു പുറത്തെ കാര്യമല്ലേ, അത് നമ്മുടെ വീട്. അപ്പോൾ എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞാനങ്ങ് ഇറങ്ങി. അപ്പോൾ ആദ്യം പൂപ്പൽ പോക്കാൻ വേണ്ടിയിട്ട് സോപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ശരിക്കും ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ആദ്യം ഞാൻ വിചാരിച്ചു സോപ്പ് പൊടിയുള്ള ആ വെള്ളത്തിലൊന്ന് കുതിർത്തിട്ട് ആദ്യം നനച്ച് കുതിർത്തതിന് ശേഷം ചെയ്യാമെന്ന്. കാരണം നല്ല വേനലായതുകൊണ്ട് തന്നെ ഡ്രൈ ആയിട്ടല്ലേ ഉള്ളത്. അങ്ങനെ ആദ്യം സോപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കലക്കി അതിൻ്റെ മേലെയൊക്കെ ഒഴിച്ചു കേട്ടോ. ഇങ്ങനൊരു പണിക്ക് ഇറങ്ങുവാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് ചെയ്ത് തീർക്കണ്ടേ. കാരണം നമ്മൾ വീണു പോവും. അതുകൊണ്ട് തന്നെ കുറച്ചായിട്ട് ചെയ്താൽ മതി. പക്ഷേ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ. കാരണം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, ഇതെല്ലാം കഴിഞ്ഞിട്ട് കാണുമ്പോൾ. കാരണം അത്രയും മോശമായിട്ടുള്ള ഒരു ചുമരാണിത്. ഇതെല്ലാം ക്ലീൻ ആക്കിയിട്ട് കിട്ടുമ്പോൾ മനസ്സുഖം അത് വേറെ തന്നെയാണ്. ഇതൊക്കെ ചെയ്യുന്നവർക്ക് അറിയാം. പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒന്ന് പെയിൻ്റ് അടിക്കാൻ പോകുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ അടുക്കളയിൽ നിന്ന് ചോറും ചായയും പലഹാരങ്ങളും എല്ലാം ഉണ്ടാക്കാൻ ഭയങ്കര ഉഷാറായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് വേണ്ടേ ഇങ്ങോട്ട് വരാൻ വേണ്ടി. കാരണം നല്ല വെയിലാവുന്നതിൻ്റെ മുന്നേ കുറച്ച് പണികൾ തീർക്കാൻ വേണം. അപ്പോൾ ഇത് എന്താവും, എങ്ങനെയായിരിക്കും അതിൻ്റെ ഫൈനൽ വരിക, ആ ഒരു ചിന്ത തന്നെയായിരുന്നു മനസ്സിൽ. എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ, എപ്പോഴും ഒരേ കാര്യങ്ങൾ തന്നെ ചെയ്യുമ്പോൾ, അതായത് ഫുഡ് ഉണ്ടാക്കുക, ക്ലീൻ ചെയ്യുക, ഇത് മാത്രം ചെയ്യുമ്പോൾ നമുക്കൊരു മടുപ്പായിരിക്കുമല്ലോ. അപ്പോൾ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ മൈൻഡ് ഫ്രഷ് ആയിരിക്കും. എൻ്റെ ഒരു കാര്യം അങ്ങനെയാണ്. പിന്നെ പലപ്പോഴും നിങ്ങളുടെ മുന്നിൽ വീഡിയോ ആയിട്ട് വരുന്നത് എൻ്റെ അവധി ദിവസങ്ങളായിരിക്കും. ചെറിയൊരു ജോലി എനിക്കുണ്ട്. അപ്പം ഇതൊരു ഞായറാഴ്ച ദിവസമാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഫ്രീ കിട്ടുന്ന സമയങ്ങളിലൊക്കെയാണ് ചെയ്യാറുള്ളത്. വീഡിയോസൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതും അങ്ങനെ തന്നെയാണ്. പലപ്പോഴും ഞാൻ ലീവ് എടുക്കുന്ന ദിവസമോ എനിക്ക് ലീവ് ഉണ്ടാകുന്ന ദിവസവും മാത്രമാണ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരാറുള്ളത്. അപ്പോൾ പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, ചേച്ചി ആ വീഡിയോ ഇടുമോ ഈ വീഡിയോ ഇടുമോ എന്നൊക്കെ. പക്ഷേ സമയക്കുറവ് കൊണ്ട് മാത്രമാണ് ഡെയിലി ഒന്നും വീഡിയോ ഇടാൻ പറ്റാത്തത്. എന്നാലും മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ, എൻ്റെ ആവശ്യമാണല്ലോ നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോ കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ പറ്റുന്നത് പോലെ ഞാൻ വരുന്നുണ്ട്. അതിനിടയിൽ ഞാൻ ആ ബ്രഷ് ഒന്ന് കാണിച്ചു തന്നതാണ്. അത് അറ്റത്ത് ഒരു കമ്പിയുള്ള ബ്രഷാണ്. 50 രൂപയേ ഉള്ളൂ. നമ്മൾ പൂപ്പലൊക്കെ പോക്കുന്ന ബ്രഷ് എന്ന് പറഞ്ഞാൽ കിട്ടും കേട്ടോ. ഞാൻ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. പെട്ടെന്ന് പോകും കേട്ടോ. ഈ ഒരു കമ്പിയുള്ള ബ്രഷ് കൊണ്ട് ചെയ്താൽ അമർത്തിയൊന്നും, അതായത് പ്രസ് ചെയ്തിട്ടൊന്നും ഉരക്കേണ്ട ആവശ്യമില്ല. സ്മൂത്തായിട്ടങ്ങ് ഉരക്കുമ്പോൾ തന്നെ പോകും. പക്ഷേ നമ്മുടെ ആ ഒരു മതിലിന് നനവുണ്ടായിരിക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ കാർ വാഷറില്ലേ, നല്ല ശക്തിയിൽ വരുന്ന വെള്ളയല്ലേ, അതുകൊണ്ട് പോക്കിയാൽ എന്താ ഇതിനേക്കാളും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമല്ലോ. കാരണം എന്തായാലും ഈ നമ്മുടെ വീടിൻ്റെ എല്ലാ ഭാഗത്തുള്ള പൂപ്പൽ എനിക്ക് പോക്കണം. ഈ ഏരിയ മാത്രമല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ടെക്സ്ചർ മാത്രമേ ഞാൻ ചെയ്തത് കാണിക്കുന്നുള്ളൂ. എല്ലാം ഒരുമിച്ച് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു ഈ പൂപ്പൽ പോക്കുന്ന പണി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാർ വാഷർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ആ ഒരു വെള്ളം പമ്പ് ചെയ്തിട്ട് തന്നെ ബാക്കിയുള്ള പൂപ്പലെല്ലാം പോക്കി. പക്ഷേ ഇതിനേക്കാളും എളുപ്പത്തിൽ പോകുന്നത് നമ്മുടെ ബ്രഷ് ആണെങ്കിലും കുറച്ചും കൂടെ നമുക്ക് ഈസി, അതായത് നമ്മുടെ പിറ്റേ ദിവസമാണല്ലോ കൈവേദനയൊക്കെ വരിക. അപ്പോൾ അതൊന്നും വരാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള കാർ വാഷർ തന്നെയായിരിക്കും നല്ലത്. അങ്ങനെ നമ്മൾ ബാക്കിലുള്ള കുറച്ച് മതിലിൻ്റെ പോർഷൻ ഒഴികെ ബാക്കിയെല്ലാം ഈ ഒരു ഭാഗവും ഫ്രണ്ടും അപ്പുറത്തെ സൈഡും എല്ലാം ഇതേപോലെ ക്ലീൻ ചെയ്തെടുത്തു. നമ്മുടെ പൂപ്പലങ്ങ് പോക്കി കുറച്ച് കാർ വാഷറും പിന്നെ കുറച്ച് ബ്രഷും അങ്ങനെ മാറി മാറി ചെയ്തു. അപ്പോൾ ഇന്ന് ഈ ഒരു ജോലി മാത്രമേ ചെയ്തിട്ടുള്ളൂ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്താണെങ്കിൽ നമ്മൾ നല്ല ബുദ്ധിമുട്ടേണ്ടി വരും പിറ്റേ ദിവസം. അതുകൊണ്ട് ആ പണി മാത്രം ചെയ്തിട്ട് പിറ്റേ ദിവസം, അതായത് പിന്നെ ഒരു ഫ്രീ കിട്ടുമ്പോഴാണ് ഈ ഒരു പണി ചെയ്യുന്നത്. ഇപ്പം ഞാൻ കാണിച്ചതേ മാസ്കിംഗ് ടാപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പെയിൻറ്റ് പണിയുടെ ഒരു പരിചയവും എനിക്കില്ല. അങ്ങനെയുള്ള ഞാനാണ് ഈ ടെക്സ്ചർ പുട്ടിയടിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ എന്നെ അത്രയും ഇമ്പ്രസ്ഡ് ആക്കിയിരുന്നു. ആ വീഡിയോ കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് എനിക്കിത് ചെയ്തുകൂടാ അങ്ങനൊരു തോന്നൽ വന്ന്. അപ്പോഴാണല്ലോ നമ്മുടെ മതിലിൻ്റെ അവസ്ഥയും കാണുന്നത്. അപ്പോൾ ഇത് തന്നെ ഒന്നങ്ങ് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ എനിക്ക് ഈ ഒരു പണിയിൽ കുറച്ച് പിഴവുകൾ വന്നിട്ടുണ്ട്, കുറച്ച് അപാകതകൾ വന്നിട്ടുണ്ട്. കാരണം അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പക്ഷേ ആ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെയാണ് ഞാൻ ചെയ്തത്. ഞാൻ വരുത്തിയ എനിക്ക് വന്ന മിസ്റ്റേക്കുകൾ ഞാൻ ക്ലിയർ ആക്കി തരാം. എന്നെപ്പോലെ ആദ്യമായിട്ട് പെയിൻ്റ് അടിക്കാൻ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് യൂസ്ഫുൾ ആയിരിക്കും.
മാസ്കിംഗ് ടാപ്പ് നമ്മൾ പെയിൻ്റൊക്കെ വാങ്ങുന്ന കടയിൽ നിന്ന് കിട്ടും കേട്ടോ. അത് 3/4 ഇഞ്ചും 1 ഇഞ്ചും ഒക്കെ സൈസിലുണ്ട്. ഇത് 1 ഇഞ്ച് സൈസിലാണ് ഞാൻ വാങ്ങിയത്. പിന്നെ അതിൻ്റെ റേറ്റ് ആണെങ്കിൽ ഒരു റോളിന് 21 രൂപയേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു പ്രൈസും കൂടെ പറയുന്നത് നമ്മുടെ ഒരു എക്സ്പെൻസ്, അതായത് നമ്മൾ എന്താണ് പെയിൻറ്റ് പണിക്ക് ഉള്ള ആളെ വിളിക്കുന്നതും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴുള്ള ആ ഒരു വ്യത്യാസം ഒന്ന് പറഞ്ഞു തരാനാണ്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ടാപ്പ് ഒന്ന് ഒട്ടിച്ചെടുക്കാം. എന്താണ് ക്യൂബാക്കിയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ സ്ക്വയറായിട്ട്, അല്ലെങ്കിൽ ടീ പോലെ എഴുതാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം. ഇനി ഇങ്ങനെയെല്ലാം നമുക്ക് പാരലലായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, അതായത് റെയിൽ പോലെ നമ്മുടെ ഹൊറിസോണ്ടൽ ലൈനിലാണ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഒരു വറ്റം ഒരാൾ പിടിച്ചിട്ട് അങ്ങനെ അങ്ങ് ഒട്ടിച്ചാൽ മതി. ഒരു 4 5 ലൈനായിട്ട് നീളത്തിൽ ഒട്ടിച്ചാൽ മതി. ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ കഷ്ണം കഷ്ണമാക്കിയിട്ട് മുറിച്ചിട്ട് ഇങ്ങനെയുള്ള ഷേപ്പ് സെലക്ട് ചെയ്തത്. അങ്ങനെ എനിക്ക് തോന്നുന്ന രീതിയിൽ ഞാനിങ്ങനെ ഓരോന്നായിട്ട് സെറ്റാക്കി വെക്കുന്നുണ്ട്. ഞാൻ സ്പീഡിലൊന്ന് കാണിച്ചിട്ട് പോകാം. അങ്ങനെ ആ റോള് മുഴുവനായിട്ട് ഞാൻ അങ്ങ് ഒട്ടിച്ചെടുത്തു. നമ്മുടെ മതിലിന് ഹൈറ്റ് കുറഞ്ഞതുകൊണ്ട് ഈ നീളത്തിലാണല്ലോ ഉള്ളത്, അതുകൊണ്ട് തന്നെ ഒരു റോള് മതിയായിട്ടുണ്ട്. അപ്പുറത്തെ വീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മതിലിൻ്റെ അപ്പുറം ഇപ്പുറം. അപ്പം നമ്മൾ നല്ല ഫ്രണ്ട്സാണ്, അവിടെയുള്ള ശ്രീ ചേച്ചിയും ഞാനൊക്കെ. അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ പെയിൻ്റ് അടിക്കാൻ പോകുമ്പോൾ ഏറ്റവും പഴയ ഡ്രസ്സ് ഇട്ടാൽ മതി. കാരണം ആ ഡ്രസ്സ് നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ 2 ദിവസം കൊണ്ടാണ് ഈ പണി തീർത്തത്. ഇതൊരു ദിവസവും ബാക്കിയുള്ള പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ, ബാക്കിയുള്ള മതിലൊക്കെ ഇല്ലേ, അത് വേറൊരു ദിവസമാണ്. പക്ഷേ അലക്കി ഉണക്കിയതിന് ശേഷം അതേ ഡ്രസ്സ് തന്നെ ഇട്ടു. അപ്പം ഈ ഒരു പെയിൻറ്റിങ് പണിക്ക് പോകുന്ന ആളുകൾ, ചേട്ടന്മാരൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ തന്നെയാണ് നമ്മുടെ അവസ്ഥയും. കാരണം ആദ്യം നമ്മൾ ഡ്രസ്സൊക്കെ ശ്രദ്ധിക്കും, ഡ്രസ്സിലാവാതെ നോക്കും. പക്ഷേ നമ്മളിതങ്ങ് ഹരം കയറി കഴിഞ്ഞാൽ, അതായത് നമ്മൾ പെയിൻറ്റ് പണി ഇത് നമ്മൾ ചെയ്യുമ്പോഴേ ഇതിൽ മാത്രമായിരിക്കും നമ്മുടെ ശ്രദ്ധ. പിന്നെ നമ്മൾ കയ്യിലാവുന്നതും കാലിലാവുന്നതും ഡ്രസ്സിലാവുന്നതും ഒന്നും നമ്മൾ ശ്രദ്ധിക്കില്ല. ഇതിപ്പോൾ ഇടുന്നത് പുട്ടിയാണ്. വാൾപുട്ടി നമ്മൾ എന്താണ് പെയിൻറ്റ് വാങ്ങുന്ന കടയിലൊക്കെ കിട്ടും. 4 കിലോ ആണ് വേണ്ടത്. പക്ഷേ എൻ്റെ ഒരു അബദ്ധം കൊണ്ട് എനിക്ക് 5 കിലോ വേണ്ടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ റേറ്റും കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം. 1 കിലോ പുട്ടിക്ക് 45 രൂപയാണ്. ഞാനിവിടെ 5 കിലോ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, അതുകൊണ്ട് എനിക്ക് 225 രൂപയായിട്ടുണ്ട്. പക്ഷേ ശരിക്കും ഈ ഒരു ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് 4 കിലോ മതിയാവും. അങ്ങനെയാകുമ്പോൾ 180 രൂപയേ വേണ്ടൂ. ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു അബദ്ധം പറ്റിയത് കൊണ്ട് 1 കിലോ കൂടെ എക്സ്ട്രാ ഞാൻ ചെയ്തതാണ്. ഞാനിപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് 2 കിലോ ചേർത്ത് കുഴമ്പ് രൂപത്തിൽ കുഴച്ചതിന് ശേഷം ബാക്കി 2 കിലോ ചെയ്തതാണ്. പക്ഷേ ഏറ്റവും നല്ലത് ഓരോ കിലോ വീതം ചെയ്യുന്നതാണ്. ഓരോ പാക്കറ്റ് നമ്മൾ കുഴക്കാനായിരിക്കും എളുപ്പം. കാരണം ഇതിങ്ങനെ കട്ടയായിട്ട് വരും. അപ്പോൾ നമുക്ക് ആ കട്ടയെല്ലാം ഉടച്ചെടുക്കാൻ നല്ല പണിയായിരിക്കും. അതുകൊണ്ട് കുറേ സമയം വേണ്ടി വരും. അതുകൊണ്ട് ഒരു പാക്കറ്റ് ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് മിക്സ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ഒരു പരുവെന്ന് പറഞ്ഞാൽ ഒരു കുഴമ്പ് രൂപത്തിലാണ്. നമുക്ക് അധികം ടൈറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്കത് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അധികം ലൂസായി കഴിഞ്ഞാലും പണിയാണ്. കാരണം അത് ഉണങ്ങി കിട്ടാനും പിന്നെ ഒലിച്ചിറങ്ങുകയും ചെയ്യും. അതുകൊണ്ട് നമുക്കത് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി. നമുക്ക് ചുമരിലേക്ക് നമ്മൾ പതിപ്പിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു സൗകര്യം നമുക്ക് മനസ്സിലാവുമല്ലോ, അതിനനുസരിച്ച് ചെയ്താൽ മതി. പിന്നെ ഇപ്പോൾ കാണിച്ചത് പുട്ടി ബ്ലേഡാണ്. 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്. ആ വീഡിയോയിൽ 2 എണ്ണം കാണിച്ചതുകൊണ്ട് ഞാനും 2 എണ്ണം വാങ്ങി. പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ല. കാരണം ഇതും ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. വലിയ നഷ്ടമൊന്നും വന്നിട്ടില്ല. കാരണം ഒന്നിന് 10 രൂപയേ ഉള്ളൂ. അപ്പം 20 രൂപയ്ക്ക് 2 എണ്ണം കിട്ടി. ഇനിയിപ്പം പണി തുടങ്ങുകയാണ്. നമ്മൾ ആ ഒരു മിക്സ് ഇല്ലേ, പുട്ടി മിക്സ് ചെയ്തത്, അതിലേക്ക് ഡിപ്പ് ചെയ്യുക പുട്ടി ബ്ലേഡ്. എന്നിട്ട് ഇതേപോലെ താഴേന്ന് മുകളിലേക്കൊന്നങ്ങ് വലിച്ചെടുക്കുക. അപ്പം എനിക്ക് വന്ന ആദ്യത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഭയങ്കര സ്ലോ ആയിരിക്കും. അപ്പം ഇത് തിന്നായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം മാക്സിമം ഞാൻ വിചാരിച്ചു, എനിക്കറിയില്ലല്ലോ ഇതിപ്പം എത്ര വേണമെന്നുള്ളത്. അപ്പം ഞാനൊന്ന് 5 കിലോ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങി വെച്ചെന്ന് മാത്രം. അപ്പം ഇപ്പം 2 കിലോ ആണല്ലോ മിക്സ് ചെയ്ത്. അപ്പോൾ നോക്കിയിട്ട് വീണ്ടും മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആദ്യത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ സാവധാനമാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല തിന്നായിട്ടോ. അങ്ങനെ ഞാനിത് താഴേന്ന് മുകളിലേക്ക്, ആ വീഡിയോയിൽ അങ്ങനെ തന്നെയാണുള്ളത്, താഴേന്ന് മുകളിലേക്ക്, അങ്ങനെ താഴേന്ന് മുകളിലേക്കായിട്ട് ഞാൻ മുഴുവനായിട്ട് മുഴുവനായിട്ടെന്ന് വെച്ചാൽ ഈ വോളിൻ്റെ പകുതി ഭാഗം മുഴുവനായിട്ട് ഞാൻ അങ്ങ് അപ്ലൈ ചെയ്തു. അപ്പോൾ ആ വീഡിയോയിൽ അവർ പ്രത്യേകം പറയുന്നുണ്ട്, ഇത് ഉണങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ കൈകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ അടിച്ചെടുക്കണമെന്ന്. അപ്പോൾ നമ്മളിങ്ങനെ ആ അടിച്ച ഭാഗം പൊങ്ങി വരുമല്ലോ. അപ്പോൾ അതാണ് അതിൻ്റെ ഡിസൈന്. പക്ഷേ എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇത്രയും ചെയ്തല്ലോ, അത് സ്ലോ ആയിട്ട്. അതുകൊണ്ട് ഞാൻ അടിക്കാൻ നോക്കുമ്പോൾ ഇത് നമ്മുടെ ഉണങ്ങിപ്പോയി. അപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ പൊങ്ങി വരുന്നില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പിന്നെ ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മുടെ ആ ഒരു ചുമരിൽ ഒന്ന് നനച്ച് നോക്കിയിട്ട് കൈകൊണ്ട് അടിച്ചു നോക്കി. എന്നിട്ടും കറക്റ്റായിട്ടങ്ങ് വരുന്നില്ല. അതാണ് എൻ്റെ ആദ്യത്തെ മിസ്റ്റേക്ക്. അതായത് ഞാൻ സ്ലോ ആയിട്ട് ചെയ്തതുകൊണ്ടാണെന്ന് എനിക്ക് അപ്പം മനസ്സിലായി.
പിന്നെ അവർ പറയുന്നുണ്ട് മാസ്കിൻ ടാപ്പ് ഉണങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ എടുക്കണം, അല്ലെങ്കിൽ ആ കറക്റ്റ് നമുക്ക് കിട്ടില്ലെന്ന്. കാരണം പുട്ടി ഉണങ്ങിപ്പോയാലേ ആ പുട്ടിയും കൂടെ ഇളകി വരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം അങ്ങനെയും വരുമോ, കാരണം ഇതിപ്പോൾ പുട്ടി ഉണങ്ങിയിട്ടല്ലേ ഉള്ളത്, പുട്ടിയും കൂടെ വന്ന് എല്ലാം കൂടെ കൊളാവോ, എൻ്റെ പൈസ ഒക്കെ പോകുമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഭാഗ്യത്തിന് മാസ്കിൻ ടാപ്പ് കറക്റ്റ് തന്നെ എനിക്ക് എടുക്കാൻ പറ്റി. മാസ്കിൻ ടാപ്പ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ അറ്റം എത്തിക്കഴിഞ്ഞാൽ അടുത്ത ലെവലിലേക്ക് പോകുന്നത് നമുക്കിങ്ങനെ തള്ളി നിൽക്കും. അപ്പോൾ അതങ്ങ് വലിച്ചെടുത്താൽ മതി. അങ്ങനെ വലിച്ച് മുഴുവനായിട്ട് ഞാനതങ്ങ് എടുത്തു. നമ്മുടെ മതിലിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയുള്ളത്. ഒരു ഭാഗം മാസ്കിൻ ടാപ്പ് റിമൂവ് ചെയ്തിട്ടുണ്ട്, ആ പുട്ടിയിട്ട ഭാഗം. മറ്റേ ഭാഗത്ത് പുട്ടിയുമില്ല, മാസ്കിൻ ടാപ്പ് അങ്ങനെ തന്നെയുണ്ട്, ഇന്നലെ ഒട്ടിച്ച് വെച്ചത്. ഇനിയിപ്പോൾ ഇവിടെ ക്ലിയർ ചെയ്യാതെ ആ ഭാഗത്ത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ടെക്സ്ചറിൻ്റെ കാര്യം നേരിയ രീതിയിൽ വന്നിട്ടുണ്ട്, പക്ഷേ ഉണങ്ങിപ്പോയത് കൊണ്ടാണല്ലോ, പിന്നെ ഭയങ്കരമായിട്ട് തിന്നായിട്ടുമാണല്ലോ ഉള്ളത്. അങ്ങനെ അങ്ങ് തോറ്റ് പിന്മാറാൻ മനസ്സ് വന്നില്ല. ഞാൻ വിചാരിച്ചു എന്തായാലും പെയിൻറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിയതാണ്, പിന്നെ നോർമൽ പെയിൻ്റ് അടിച്ച് പോകണം. പക്ഷേ ഇതന്നെ ഒന്ന് ചെയ്യണം എന്ന് തന്നെ മനസ്സിൽ. ഒരു ടാപ്പും കൂടെ ഞാനങ്ങ് വാങ്ങി, എന്നിട്ട് വീണ്ടും അവിടെ അങ്ങ് ഒട്ടിച്ച്. അപ്പം ഇത് ഒട്ടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതേ ഡിസൈന് ഒന്നും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം, എന്നിട്ടും പരാജയപ്പെടുവാണെങ്കിൽ നോർമലായിട്ട് പെയിൻ്റ് അങ്ങ് അടിച്ച് പോകാമെന്നാണ് വിചാരിച്ചത്. രണ്ടാമത് ചെയ്യുമ്പോൾ ആ ഒരു പുട്ടി ബ്ലേഡ് അങ്ങ് മാറ്റി വെച്ചു. എന്നിട്ട് വെള്ള തുണി കൊണ്ടൊരു കിഴി ഉണ്ടാക്കി. കിഴി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അത് സ്ക്വയർ ടൈപ്പിൽ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടെ തുണി വെച്ചിട്ട് ഒരു നൂല് കൊണ്ടങ്ങ് ചുറ്റിയെടുത്തു. എന്നിട്ട് ആ കിഴി നമ്മുടെ ആ ഒരു പുട്ടിയിൽ ഡിപ്പ് ചെയ്തിട്ട് അത് അങ്ങനെ അങ്ങ് അപ്ലൈ ചെയ്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് എടുക്കുമ്പോൾ ആ പുട്ടി അങ്ങ് പൊങ്ങി വരുന്നുണ്ട്, കണ്ട. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ പുട്ടി അടിച്ചിട്ട് ആ ഒരു നമ്മുടെ മാസ്കിൻ ടാപ്പില്ലേ അതിൻ്റെ രണ്ട് സൈഡും പുട്ടി ആയിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഭാഗം അപ്പം തന്നെ അങ്ങ് റിമൂവ് ചെയ്യുക. ഒരു കത്രികയും വേണം, കാരണം കുറേ ഭാഗം നമ്മളൊന്നും ചെയ്യാണ്ടുണ്ടല്ലോ. അപ്പോൾ കത്രിക കൊണ്ട് ആ ഭാഗം എത്തുമ്പോൾ ഒന്ന് കട്ട് ചെയ്താൽ മതി. ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് ആദ്യം നമ്മുടെ വോളിൽ മാസ്കിൻ ടാപ്പ് ഒട്ടിക്കുക, എന്നിട്ട് ഒരു കിഴി കെട്ടിയതിന് ശേഷം അതുകൊണ്ട് നമ്മുടെ ആ ഒരു പുട്ടിയിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. പുട്ടി ബ്ലേഡും വേണ്ട, ഒന്നും വേണ്ട. ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ആ ഒരു മാസ്കിൻ ടാപ്പിൻ്റെ ഇരുവശത്തും നമ്മുടെ പുട്ടി ആയിക്കഴിഞ്ഞെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഭാഗത്തെ മാസ്കിൻ ടാപ്പ് അങ്ങ് റിമൂവ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ കത്രിക കൊണ്ട് നമ്മൾ എവിടെ വരെയാണോ പുട്ടി ആയത് ആ ഭാഗത്തുനിന്ന് കട്ട് ചെയ്താൽ മതി. ഇനി പുട്ടിയുടെ കട്ടി കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് ആ ടെക്സ്ചറിൻ്റെ കനവും കൂടും കേട്ടോ. എനിക്കിപ്പോൾ രണ്ടാമത് ചെയ്യുമ്പോഴും ഇനിയും പുട്ടി ഇത് മതിയാവുമോ, ഇനി വാങ്ങേണ്ടി വരുമോ എന്നുള്ള ചിന്ത കൊണ്ട് ഞാൻ പിന്നെയും തിന്നിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നാലും ഇത്രയും എനിക്ക് ടെക്സ്ചർ കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടെ കട്ടിയിലിടുവാണെങ്കിൽ കുറച്ചും കൂടെ പൊങ്ങി നിൽക്കുന്ന രീതിയിൽ നമ്മൾ ആ ടെക്സ്ചർ വരും കേട്ടോ. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മുടെ കഴിഞ്ഞ്. അപ്പോൾ ഇതാണ് നമ്മുടെ വോളിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇനിയിപ്പം സാൻഡ് പേപ്പർ കൊണ്ട് ഒന്ന് മുകളിൽ ഉരയ്ക്കുന്നുണ്ട്. അതിപ്പം അതിൽ അവർ പറയുന്നത് നമ്മുടെ ആ ഒരു ടെക്സ്ചർ ഇല്ലേ, അപ്പോൾ അവിടെ നമ്മൾ ചാരി നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ കൈയൊക്കെ ഉരഞ്ഞു പോകുമല്ലോ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സ്മൂത്തൻ ചെയ്യുന്നതാണ്. പക്ഷേ നമുക്കിപ്പോൾ ചെറിയൊരു ടെക്സ്ചറാണല്ലോ കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് അത് ഉരച്ചിട്ട് മുഴുവനായിട്ട് മിനുസപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഉള്ളതും അങ്ങ് പോയി പോകും. അതുകൊണ്ട് നന്നായിട്ട് പൊങ്ങി കിടക്കുന്ന ഭാഗം മാത്രം ഞാനൊന്ന് ഉരച്ചെടുക്കട്ടെ. ഇനി അപ്ലൈ ചെയ്യേണ്ടത് എമൻഷനാണ്. ഇതിപ്പോൾ ഞാൻ ബ്രോക്കിൻ്റെയാണ് വാങ്ങിയത്, BRK എന്നും അതിൽ കാണുന്നുണ്ട്. അപ്പം ഇതിപ്പോൾ ഞാൻ വാങ്ങിയത് 4 ലിറ്ററാണ്, കാരണം എനിക്ക് ബാക്കിയുള്ള ഏരിയയും കൂടെ കവർ ചെയ്യണമല്ലോ. പക്ഷേ നമ്മുടെ ആ ഒരു ടെക്സ്ചർ ഏരിയ മാത്രം നമ്മൾ പെയിൻറ്റ് അടിക്കണമെങ്കിൽ 1 ലിറ്റർ പോലും വേണ്ട കേട്ടോ. പിന്നെ 1 ലിറ്റർ ബ്ലാക്കും കൂടെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഏഷ് എടുക്കാനാണ് എൻ്റെ ഉദ്ദേശം. അപ്പം ഈ ബ്ലാക്ക് പെയിൻറ്റിന് 210 രൂപയാണ് വന്നത്. പിന്നെ അതിൽ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. അതായത് 1 ലിറ്ററിന് 40% വെള്ളം വേണ്ടത്. അപ്പോൾ ആ രീതിയിൽ തന്നെ നമുക്ക് അത് എടുക്കാം. പിന്നെ ഈ ഒരു ബ്രഷ്, റോളറിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ ആദ്യം റോളർ വാങ്ങിയിരുന്നേ, പക്ഷേ ഈ ഒരു മതിലിൽ അടിക്കാൻ വേണ്ടിയിട്ട് ഡിപ്പ് ചെയ്യണ്ടേ. അപ്പോൾ ഡിപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു ബക്കറ്റ് എനിക്ക് മതിയാവില്ല. അപ്പോൾ റോളർ ഞാനത് കവർ അയക്കാതെ തന്നെ അത് തിരിച്ചു കൊടുക്കുക ചെയ്തത്. ഈ ഒരു ബ്രഷ് മാത്രം മതി നമുക്ക് മതിൽ അടിക്കാൻ വേണ്ടിയിട്ട്. ബ്രഷിന് 68 രൂപയാണ് വന്നത്. പിന്നെ ആദ്യം ഒരു ചെറിയൊരു കമ്പ് കൊണ്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ഞാൻ കുറച്ചായിട്ട് വേറൊരു പാത്രത്തിലേക്ക്, അതായത് ബക്കറ്റിലേക്ക് ഒഴിച്ചിട്ട് ഇത്തിരി വെള്ളവും കൂടെ ചേർത്തിട്ട്, അതായത് ഒരു 40% എന്ന് പറയുമ്പോൾ നമുക്ക് ഏതാണ്ടൊരു കാൽക്കുലേഷൻ അറിയാമല്ലോ. ഞാൻ കുപ്പിയിലാണ് വെള്ളം എടുത്തത്, കാരണം ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കൂടുതൽ വെള്ളം ആവണ്ടെന്ന് വിചാരിച്ചു. പിന്നെ അഥവാ വെള്ളം കൂടിപ്പോയാലും നമ്മൾ മുഴുവനായിട്ടും വെള്ളം ചേർക്കുന്നില്ലല്ലോ. ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് നല്ല പേടിയുണ്ട്, കാരണം വെള്ളം കൂടിപ്പോയാൽ പിന്നെയും പെയിൻറ്റ് വാങ്ങേണ്ട ഒരു അവസ്ഥ വരുമല്ലോ. അതുകൊണ്ട്
കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ആ ഒരു ബക്കറ്റിലേക്ക് ഒഴിച്ചിട്ട് ആ കുറച്ച് വെള്ളവും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ മുന്നേ പേപ്പറും കൂടെ ഒന്ന് വിരിച്ച്, കാരണം ഈ പെയിൻറ്റ് അവിടെയെല്ലാം ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മളത് കഴുകി കഴിഞ്ഞാൽ പോകും. പക്ഷേ ഇത് പെയിൻറ്റ് അടിക്കുന്ന തിരക്കിൽ നമ്മൾ ആ സമയത്ത് കഴുകാനൊന്നും നിൽക്കില്ലല്ലോ. കുറേ പെയിൻറ്റൊക്കെ ആയിട്ടുണ്ട്, എന്നാലും ഞാൻ ആദ്യം തന്നെ വലിയ കാര്യത്തിൽ പേപ്പറൊക്കെ വിരിച്ചിട്ടാണ് ചെയ്തത്. ഏഷ് കളർ കിട്ടാനാണ് ഇത്തിരി കറുപ്പ് കളറും കൂടെ ചേർത്ത് ഇളക്കുന്നത്. വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ അതങ്ങ് അപ്ലൈ ചെയ്തു. ബ്ലാക്ക് കളർ ഇനി വേസ്റ്റ് ആണ്ടെന്ന് വെച്ചിട്ട് നന്നായിട്ട് തന്നെ എല്ലാം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഡാർക്ക് ആഷാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ വെള്ളവും ചേർത്തിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു, അതായത് ബ്ലാക്ക് ആണ് ഒഴിക്കുന്നതെങ്കിൽ ആഷ് കളർ കിട്ടണമെങ്കിൽ ഇത്തിരി ഒഴിച്ചാൽ മതി. പിന്നെ വാങ്ങിയ പൈസ നമുക്ക് മുതലാണല്ലോ, അതുകൊണ്ട് ഞാൻ കുറേ അധികം ഒഴിച്ചു. പക്ഷേ ഇവിടെ ഇത് വീഡിയോയിൽ കാണുമ്പോൾ നല്ല ഡാർക്കായിട്ടല്ലേ തോന്നുന്നത്, ബ്ലാക്ക് ആയിട്ട് തന്നെ. പക്ഷേ ഇത് ഡാർക്ക് ആഷ് തന്നെയാണ് വന്നത്. പക്ഷേ ഇത് അവസാനം എല്ലാം കൂടെ ബ്ലാക്ക് ആവുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാനങ്ങ് ആസ്വദിച്ച് ചെയ്ത പണിയായത്. നമ്മൾ പെയിൻ്റ് അടിക്കുന്ന ചേട്ടന്മാരുടെ ജോലിയൊന്നും നമ്മളിത് ചെയ്തുകൊണ്ട് പോകുന്നില്ല കേട്ടോ. കാരണം അവരുടെ പ്രൊഫഷനും കാര്യമൊന്നും നമുക്ക് കിട്ടില്ലല്ലോ. പക്ഷേ നമ്മുടെ വീടും അതിൻ്റെ ചുറ്റുപാടൊക്കെ ചെറിയ രീതിയിൽ ഭംഗി കൂട്ടാൻ നമ്മൾ വിചാരിച്ചാൽ നടക്കുമെന്ന് മനസ്സിലായി. പിന്നെ മാസ്ക് ഇടാൻ മറന്നു പോകണ്ടേ, കാരണം ഈ പെയിൻറ്റിൻ്റെ സ്മെല്ല് കാര്യങ്ങളൊക്കെ ചിലപ്പം നമുക്ക് പറ്റിയെന്ന് വരില്ല. കാരണം നമ്മളെ വീടൊക്കെ പെയിൻ്റ് അടിക്കുമ്പോൾ നമുക്കങ്ങനെ ബുദ്ധിമുട്ട് തോന്നാറില്ല. അപ്പോൾ നമ്മൾ തന്നെ അടിക്കുമ്പോഴോ, അതുകൊണ്ട് ചെറിയൊരു ഏരിയ ആണെങ്കിലും നമ്മൾ ഈ പണി എടുക്കുകയാണെങ്കിൽ മാസ്ക് ഇടുക, നമ്മുടെ കാര്യം ഒന്ന് സേഫ് ആക്കണേ. അങ്ങനെ ബ്ലാക്ക് മുഴുവനായിട്ട് അടിച്ചേ. ഇനി എനിക്ക് വന്ന രണ്ടാമത്തെ അബദ്ധം, അതിന് ശേഷം അവർ കോപ്പർ പെയിൻറ്റ്, നല്ല ഗ്ലേസിംഗ് ഉള്ള കോപ്പർ പെയിൻറ്റാണ് അടിക്കുന്നത്. അതായത് നമ്മൾ ആ ഒരു ടെക്സ്ചർ വന്ന ഏരിയയില്ലേ ആ ഭാഗത്ത്. അപ്പോൾ ഞാനാണെങ്കിൽ കോപ്പർ പെയിൻറ്റ് വാങ്ങിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ വെള്ള പെയിൻറ്റ് കൊണ്ട് തന്നെ അങ്ങ് ചെയ്യാമെന്ന്. പിന്നെ അവരുടേത് നല്ല ടെക്സ്ചർ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് കട്ടിയിലാണല്ലോ അവരുടെ പുട്ടി വന്നത്. എൻ്റെ പുട്ടി അത്ര കട്ടി ആവാത്തത് കൊണ്ട് തന്നെ ടെക്സ്ചർ അങ്ങനെ അങ്ങ് പൊങ്ങി വന്നിട്ടുമില്ല. പിന്നെ വൈറ്റ് ഞാൻ അതിൻ്റെ മേലെ അടിക്കുകയും ചെയ്തു. അപ്പം എല്ലാം കൊണ്ടും ആകെ ഒരു വൃത്തികേട് പോലെ എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ആ ഒരു മാസ്കിംഗ് ടാപ്പില്ലേ, അതിൻ്റെ ആ ഒരു പാർട്ടീഷനൊക്കെ പ്ലെയിനായി നിൽക്കുമ്പോൾ നല്ലോണം കാണുന്നുണ്ടായിരുന്നേ. പക്ഷേ ഞാൻ ആ വെള്ള ചേർത്തപ്പോഴോ ആ ഒരു പാർട്ടീഷനൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം കൂടെ പുള്ളിപ്പുലിയെ പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഇത്രയും പണിയെടുത്തിട്ട് വൃത്തികേടായിപ്പോയല്ലോ എന്നങ്ങ് തോന്നിപ്പോയി. നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നില്ലേ? ആ ഒരു പ്ലെയിനായിട്ട് കിടക്കുന്ന ആ ഒരു ഭംഗി വെള്ള വന്നപ്പോൾ തോന്നാത്തതുപോലെ. അപ്പം ഇനി എന്താ ചെയ്യേണ്ടത്? ആകെ കൺഫ്യൂഷനായിപ്പോയി വീണ്ടും. അപ്പം പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത്, ആ ഒരു ബ്ലാക്ക് എന്തായാലും ബാക്കിയുണ്ട്, വേറെ എവിടെയും ബ്ലാക്ക് ചെയ്യാനും ഇല്ല. അപ്പോൾ ഞാൻ ഈ ഒരു ഡിസൈന് മുഴുവനായിട്ടങ്ങ് മാറ്റി. ഇത് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടാവുമോ ഈ കൂട്ടത്തിൽ? എൻ്റെ മോളും പറഞ്ഞു, അമ്മ ഇതൊരു ഭംഗിയില്ല കാണാമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതങ്ങ് മാറ്റാമെന്ന്. അങ്ങനെ ആ ഒരു ബ്ലാക്ക് പെയിൻറ്റിൽ ഇത്തിരി വെള്ളം ചേർത്തിട്ട്, നമ്മൾ ആ ഒരു 40% വെള്ളം ചേർത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്തു. അപ്പോൾ ആ ഒരു ഡാർക്ക് ആഷ് അങ്ങ് മാറി മുഴുവനായിട്ട് ബ്ലാക്ക് ആയിട്ടങ്ങ് വന്ന്. എന്നിട്ട് നമ്മൾ ആദ്യം കണ്ട ആ ഒരു ഡിസൈൻ ഇല്ലേ, അതേപോലെ തന്നെ വന്നു. അതൊരു ആഷിലായിരുന്നു, ഡാർക്ക് ആഷിൽ. ഇതിപ്പം ബ്ലാക്കിലേക്ക് മാറിയെന്ന് മാത്രം. പിന്നെ ആ ഒരു പാർട്ടീഷൻ ഇല്ലേ, നമ്മുടെ മാസ്കിംഗ് ടാപ്പ്, അതൊന്ന് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് നമ്മൾ ചെറിയൊരു ബ്രഷ് എടുത്തിട്ട് ഈ ഒരു ഏരിയ ഇല്ലേ, നമ്മുടെ മാസ്കിംഗ് ടാപ്പ് അഴിച്ച ഭാഗത്ത്, അവിടെ നമ്മൾ ബ്രഷ് കൊണ്ട് വൈറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങ് വരച്ചെടുത്തു. ആ ഒരു സെപ്പറേഷനൊക്കെ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇത് ഇങ്ങനെ ചെയ്യുമ്പോഴേ ആ എഡ്ജൊന്നും ഒരു നീറ്റും ഉണ്ടായിരുന്നില്ല, പെർഫെക്ഷനേ വന്നിട്ടില്ല. അപ്പോഴാണ് ഇതിനേക്കാളും നല്ല ഒരു സൂത്രം നമുക്ക് വേറെ ഉണ്ടല്ലോ എന്ന് തോന്നിയത്. അതായത് നമ്മൾ ഈ ഒരു രീതിയിൽ ടെക്സ്ചർ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ പൂപ്പലൊക്കെ പോക്കിയതിന് ശേഷം മാസ്കിംഗ് ടാപ്പിൻ്റെ ആ ഒരു ഏരിയയില്ലേ, അതായത് ഈ ഏരിയയിൽ നമുക്കിപ്പോൾ വെള്ളയാണല്ലോ കാണേണ്ടത്, അങ്ങനെയാണെങ്കിൽ മുഴുവനായിട്ട് വെള്ള അങ്ങ് അപ്ലൈ ചെയ്യുക. ആദ്യം അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഞാൻ ചെയ്തതുപോലെ പൂപ്പൽ പോയ ഉടനെ തന്നെ ടാപ്പ് ഒട്ടിക്കുകയല്ല വേണ്ടത്. ആദ്യം തന്നെ ഒന്നുകിൽ വൈറ്റ് പ്രൈമറോ അല്ലെങ്കിൽ എമൽഷനോ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം മാസ്കിംഗ് ടാപ്പ് ഒട്ടിക്കുക. അത് കഴിഞ്ഞിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ പുട്ടി അപ്ലൈ ചെയ്യുക. എന്നിട്ട് അപ്പോൾ തന്നെ കൈകൊണ്ടോ അല്ലെങ്കിൽ കിഴി കൊണ്ടോ പ്രസ് ചെയ്യുക. പെട്ടെന്ന് തന്നെ ടാപ്പ് അങ്ങ് എടുത്ത് മാറ്റുക, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീണ്ടും വേറെ മാസ്കിംഗ് ടാപ്പ് എടുത്തിട്ട് ഒട്ടിക്കുക. അങ്ങനെ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് രണ്ടാമത് ഈ കാണുന്ന കളറില്ലേ, ഇപ്പോൾ ബ്ലാക്കാണ് വേണ്ടതെങ്കിൽ മുഴുവനായിട്ട് ബ്ലാക്ക് അങ്ങ് അടിക്കുക.
എന്നിട്ട് വീണ്ടും അതേ മാസ്കിൻ ടാപ്പ് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ ഈ വൈറ്റ് നല്ല നീറ്റായിട്ട് കാണും. അപ്പോൾ ഇനി ഞാൻ ടെക്സ്ചർ പെയിൻറ്റ് അടിക്കുവാണെങ്കിൽ ആ രീതിയിൽ മാത്രമേ ചെയ്യൂ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ, അതായത് നിങ്ങൾ ആദ്യം കണ്ടതുപോലെ എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ നിങ്ങൾക്ക് വരരുതെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യുവാണെങ്കിൽ വീഡിയോ ഇതേപോലെ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം അടിക്കുക. കാരണം ഇതിൽ എനിക്ക് വന്ന എല്ലാ മിസ്റ്റേക്കും ഞാനിതിൽ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ എൻ്റെ വീട്ടിൻ്റെ ബാക്കി എല്ലാ ഭാഗത്തെ പൂപ്പലൊക്കെ പോക്കി ഇതേപോലെ എമൻഷൻ ബാക്കിയുള്ള ഒരു 4 ലിറ്റർ ഉണ്ടായില്ലേ ഞാൻ വാങ്ങിയത്, ആ എമൻഷനെല്ലാം അടിച്ച് എൻ്റെ വീടിൻ്റെ ആ ഒരു ചുറ്റും ഞാൻ നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം എനിക്ക് ഗാർഡൻ്റെ പരിപാടിയൊക്കെ തുടങ്ങണം. ഞാൻ വെച്ച് ചെടിയൊക്കെ വെച്ചിട്ട് നമ്മൾ പെയിൻ്റ് അടിക്കാൻ നിൽക്കുവാണെങ്കിൽ ചെടിയിലാവാതെ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ ചട്ടികൾ അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി നല്ല ബുദ്ധിമുട്ടല്ലേ. അപ്പം ഇതിപ്പം ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ പെയിൻ്റ് അടിക്കുമ്പോൾ ആ പണിയൊന്നും ചെയ്യേണ്ടല്ലോ. അതുകൊണ്ടാണ് ആദ്യം ഒരു പെയിൻ്റ് അടിയിലേക്ക് ഇറങ്ങിയത്. ഇനിയിപ്പം ഓരോന്നായിട്ട് നട്ട് പിടിപ്പിക്കണം. അപ്പം വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും ഞാൻ എൻ്റെ സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും വിട്ടുപോവല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് നമ്മൾ കാണുന്നത് വരേക്കും താങ്ക് യു.